കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് അംഗൻവാടി ജീവനക്കാർ ഡിജിറ്റൽ സമരം ആരംഭിച്ചതായി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അനുപൂരക പോഷകാഹാര സാധനങ്ങൾ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുവാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ഉപയോഗയോഗ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകാതെ ഉത്തരവാദിത്തം ജീവനക്കാർക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. ആനുകൂല്യം നഷ്ടമായാൽ നഷ്ടപരിഹാരം ജീവനക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് ഉപകരണം തന്നില്ല എങ്കിലും ഞങ്ങളുടെ ജോലിക്ക് യാതൊരു വ്യത്യാസമൊന്നുമില്ല. ജോലിഭാരം കൂടിക്കൊണ്ട് തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം ഓരോരോ ജോലികൾ ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പം ഇത് ചെയ്തു വിടാനുള്ള ഒരു ഉപകരണം ഞങ്ങളുടെ പക്കലില്ല. അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഓൺലൈൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി. ഗുണഭോക്താക്കളുടെ കാര്യങ്ങളായും ഫുഡ് വിതരണം വരെ ഇപ്പം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ 2018 നൽകിയ ഫോൺ 2023 പ്രവർത്തനരഹിതമായി. തുടർന്ന് ജീവനക്കാർ സ്വന്തം ഫോൺ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തേണ്ട ഗതികേടിലാണ്. പലരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരല്ല. ഒട്ടേറെ ഗുണഭോക്താക്കളുള്ളതിനാൽ കൂടുതൽ വിവരശേഖരണം നടത്തി ഓൺലൈനിൽ ചേർക്കേണ്ടതായി വരുന്നത് ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. പോഷൻ ട്രാക്കർ പ്രവർത്തനത്തിന് ഫോണോ ടാബോ കമ്പ്യൂട്ടറോ നൽകുക, ഫോട്ടോ ഉൾപ്പെടുത്താതെ ഗുണഭോക്താക്കൾക്ക് പോഷകാഹാരം നൽകാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം അംഗൻവാടികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് N. ശോഭന, സെക്രട്ടറി അനിത റജി, A. അമ്പിളി, K. ലത, വിദ്യാനാരായണൻ, KS. രമണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.